അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ ഉമ്മ ഇന്നത്തെ വിശേഷം? വിശേഷം എന്ന് പറഞ്ഞാൽ കൊട്ടിട്ടിട്ട് കായ് വെക്കുന്നു. പച്ചക്കായും കിട്ടുമോ ചെറുപയറിന്റെ കഞ്ഞി സംഭവം സൂപ്പർ ആണല്ലോ. ചെറുപയർ കഞ്ഞിയാണ്. ചെറുപയറിൽ കുറച്ച് കഞ്ഞി വെക്കും, കുറച്ച് പറ്റിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്, ഒരു അര ഗ്ലാസ് ഇല്ല, അതിന് കുറച്ച് പച്ചരി കൂട്ടീന്. എന്നാലത് നമ്മൾ കഞ്ഞി വെച്ചാൽ നല്ല പറ്റിട്ടു, അല്ലെങ്കിൽ കഞ്ഞി വെള്ളം പോലെ ഉണ്ടാവും. അതിനാ പച്ചരി ഇടുന്നല്ലേ? പച്ചരി ഇട്ടാ നല്ല ഒരു. അപ്പൊ ചെറുപയറുമ്പോ നേരത്തെ കുതിർത്തീനാ? ഇന്നലെ രാത്രി കുതിർത്തീന്. ഇനി ഞാൻ എന്തായാലും കഞ്ഞി വെക്കുമെന്ന് തീർച്ചയാക്കി ദിവസം. എത്ര ചെറുപയറിന് കണക്കുണ്ട് ഉമ്മ? ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ട് വേണ്ടു. ഒരു കപ്പ് ചെറുപയർ, അരക്കപ്പ് പച്ചരി. ഇതെന്താ സംഭവം? ചോറാ. ഇനി പിന്നെ ചോറിന്റെ അരി നമ്മളില്ല, ചോറുണ്ടാകുമ്പോ നമുക്ക് പ്രശ്നമില്ല. ചോറം ഇട്ട് കൊടുത്താൽ മതി. ഇത് രണ്ട് ഇത് ഇടും ഞാൻ, 2 കയ്യില് ചോറ്. അരങ്കിലീൻ ഉണ്ടാവും. ഞാൻ എല്ലാരും വിളിച്ചിന്, അതുകൊണ്ട് കഞ്ഞി കുറച്ച് കൂടുതൽ വെക്കാം. അപ്പൊ നമ്മളിങ്ങനെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ കഞ്ഞി ഉണ്ടാക്കാല്ലേ? കഞ്ഞി ഉണ്ടാക്കാം. എല്ലാരും അങ്ങനെ തന്നെ ചെയ്യാന്? അതെനിക്കറിയില്ല, എന്റെ ഐഡിയ ഇതാണ്. കൊണ്ട് കഞ്ഞിയെല്ലാം വെക്ക ഉമ്മ? ഇതിനെ കൊണ്ട് ചക്കര കഞ്ഞി വെക്കും. ഈ ചോറ് മതി? ചോറ് മതി. ഈ ചോറ് നമ്മൾ ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസം ചക്കര കഞ്ഞി വെക്കാം. എൻ്റെ ആയിഷ ഫഹദിന്റെ ആയിഷക്ക് വല്ലാതെ ഇഷ്ടം. എൻ്റെ മോള് 3 നേരം കുടിക്കും അത് ഞാൻ ആക്കിയാൽ. പിന്നെ ഇത് കുറച്ച് തീവലിട്ട് നല്ലോണം വേവിച്ച് കഴിഞ്ഞാൽ അതിൽ വെല്ലം ഇടുക. വെല്ലം ഇട്ടിട്ട്, വെല്ലം കുറുക്കിയ വെല്ലം അല്ലെങ്കിൽ നല്ല വെല്ലാണെങ്കിൽ മുയ്യ വെല്ലം ഇട്ടിട്ട് കുറുങ്ങിയൊക്കെ ഒരു തേങ്ങ നല്ലോണം ചിരടി പീഞ്ഞിട്ട്, പാലൊന്നും എടുക്കണ്ട, ഒരു ഞമ്പിയിട്ട് ഇതിലിടുക. ചക്കരക്കഞ്ഞി റെഡി. ചക്കരക്കഞ്ഞി റെഡി, സൂപ്പർ. അപ്പൊ ഇത് ഉമ്മാന്റെ ഇന്നത്തെ കഞ്ഞിയാണ്. ഇത് കഞ്ഞി. ഇനി നമ്മുടെ കായിന്റെ പണിയുണ്ടല്ലേ? ഇത് പച്ചക്കായ 1 കിലോ. ഇത് പച്ചക്കായാണ്. 1 കിലോനൊന്നും നമുക്ക് വേണ്ട. പിന്നെ ഞാനേ അടയിടത്തിന് മക്കൾ വിളിച്ച് 15 കിലോ ഒരു തിന്നാരം. പിന്നെ ഇത് 1.5 കിലോനുണ്ട്. ഇത് കവട്ട് ഫുള്ള് ഇടുവാ? ഇതിന്റെ പകുതി ഇടാം. പകുതി നമുക്ക് നാളെ കിഴങ്ങ് വെക്കാം. എന്ത് വെക്കാന്? കിഴങ്ങു ഇങ്ങനെ പച്ചക്കായി വെക്കുന്നു? കിഴങ്ങും വെള്ളക്കഞ്ഞിയും. പച്ചക്കായും പച്ചക്കഞ്ഞി. പച്ചക്കായും പച്ചക്കഞ്ഞിയും വെള്ളക്കിഴങ്ങും വെള്ളക്കഞ്ഞിയും. ഓ മൈ ഗോഡ്, ഇങ്ങനെയൊക്കെയാണ് സംഭവം അല്ലേ? റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. കായ് മുഴുവൻ എടുക്കൂ. അനക്കും എൻ്റെ മൂക്കും ഇത്തിരിയാവുണ്ടു, 2-3 ഇത് ഞാൻ അരെല്ലാം വിളിച്ചിന്. നല്ല മുടിയിലെല്ലാം വെക്കാം, നന്നാക്കെല്ലാം വിളിച്ച് കൊടുക്കാം. കത്തി ഒരിക്കലും ഈ അലുവ എന്റെ മുന്നിൽ വെക്കട്ടെ, നോക്കെടുത്തിട്ട് മാറ്റി. അതായിരുന്നു അലുവ കിട്ടിയ. ഇത് എന്റെ പാച്ചു, പിന്നെ കാസർഗോഡ് വ്യാപ്പുള്ള മേലോട് പാച്ചു മദ്രാസ് കൊണ്ടുവന്നിട്ട് എന്റെ പൊന്നുമ്മ. അത് ഞാൻ ചട്ടിയും മീനും ആരെങ്കിലും എരിയത്ത് കൊടുക്കാം പൂച്ചന്റെ അടുത്ത്. അതുപോലെ ഇവിടെ ഇതെന്തായാലും ഞാൻ കൊണ്ടുപോകാം. ഇത് പാച്ചോണ്ട് നല്ല സ്പെഷ്യൽ അലുവയാവുന്നു മദ്രാസിന്. തിന്ന് നമുക്ക് നാളെ ഡോക്ടറെ അടുത്ത് പോവാം. ഉപ്പാവൻ എത്ര നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് ഉപ്പാവ് നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ. തിന്നിട്ട് വെക്കാം. കടന്നു വേണ്ട, കടന്നു പോകുന്നതിന് മാത്രമേ വിഷമമുള്ളൂ. തിന്നാ വേണ്ട. കുറച്ച് കാലമായിട്ട് ഉമ്മാക്ക് ഷുഗർ ഉണ്ട്, പക്ഷെ അങ്ങനത്തെ ഒരു കിബറൊന്നും എൻ്റെ ഉമ്മാക്കില്ല കേട്ടാ. നല്ല ഹലുവ അടിച്ച് മാറുന്നുണ്ട്. അള്ളാഹു അല എന്താവുന്നു. എൻ്റെ തൊലി കളയണം ഉമ്മ? തൊലി അങ്ങനെ കളയണ്ട. ഈ നടുക്കില്ല, ഈ കുറച്ച് തടിപ്പുള്ള സ്ഥലം അത് മാത്രം കളഞ്ഞാൽ മതി. കായും കൊട്ടും ഒരുമിച്ചിട്ട് വേവിക്കാനല്ല, മുമ്പേ കൊട്ട് വേവിക്കണം. കുറച്ച് വേവിപ്പിക്കാം നമുക്ക്. പച്ച ഇതെല്ലാം ഇട്ടിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് കുറച്ച് വേവിപ്പിക്കാം. അപ്പൊ ഇത് 1 കിലോ കായ. 1 കിലോ കായ്ക്ക് ഉമ്മ ഇവിടെ വാങ്ങിയത് 1 കിലോ കൊട്ട അല്ലേ? 1.5 കിലോ കൊട്ടുണ്ട്. ഓനെന്തോ സ്പെഷ്യൽ കൊട്ടാറ്റ കൊടുത്തയച്ചു. നമുക്ക് നല്ല വൃത്തിയുള്ള കൊട്ട, എനിക്ക് ഇഷ്ടമായി. അസർപ്പ് കൊടുത്തയച്ചതല്ല, നമ്മളെ പഴയ അസർപ്പില്ല, എൻ്റെ പറമ്പിൻ്റെ അരിയത്തുള്ള അസർപ്പ്. കാച്ചൂൻ്റെ മോന് ഓൻ കൊടുത്തയച്ചതാണ്. കായ് കട്ട് ചെയ്തു. നമ്മുടെ കഞ്ഞി ഇതാ ഇവിടെ നിന്നാണ് വേറുന്നത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ പസിയിലാണ് പെട്ട ഒരു മോള് നല്ലൊരു കുറേ ദിവസമായി കൊട്ട് വിട്ടിട്ട് കായ് വെക്ക് ഒന്നെല്ലാം കാണിച്ചാൽ പോകും. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയി പ്രസവിക്കുമ്പോൾ തന്നെ പിന്നെ ഡയറക്റ്റ് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തലവറക്കിട്ട് എനിക്ക് പല പണിയുണ്ട്. ബാങ്കിൽ പോകണം, ബാങ്കിൽ എന്തെങ്കിലും പണി, ചുറപ്പണിയുണ്ട്. പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ എൻ്റെ മൂക്ക് പണിയുണ്ട്. ഇപ്പോഴത്തെ കൂട്ടിൻ്റെ പ്രശ്നം, ഇങ്ങനത്തെ പ്രശ്നം. ഞാൻ അതിന്ന് എന്തായാലും ഓള് എനിക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ ബസ്സിലാണ് ഭയങ്കര സങ്കടമാക്കും. അതുകൊണ്ട് ഇനി എന്തായാലും ഇത് ആക്കണമെന്ന് പറഞ്ഞിട്ട് ഓളെ പിടിക്കണ്ടേ. ഞാൻ ആക്കുന്നെങ്കിലോ ഓളിന് എഡിറ്റാക്കാനും പിടിക്കാനല്ലോ ഓളെന്നെ വേണ്ടേ.
അത് എനിക്കറിയില്ല. കഴിവർക്ക് ഇവർക്കെല്ലാം അറിയാം. പിന്നെ അങ്ങനെ അഞ്ചാറ് മാസമായി കൊണ്ട് പറയുന്നു. പിന്നെ എൻ്റെ എഴുത്താറ്റാണെങ്കിൽ ഞാൻ നോക്ക് ആക്കിയിട്ട് കൊടുക്കരുത്. എവിടെയാണ് ദിക്കും തരിയില്ലാത്ത അഡ്രസ് ഇല്ലാത്ത എസപ്പിയാപ്പിട്ട് ഉമ്മ പറഞ്ഞവരെ ദിക്കും തരിയില്ലാത്ത അങ്ങനെ 2 കഷ്ണം അവിടെയൊക്കെ 2 പീസാക്കിട്ടല്ലേ. ഇതെങ്ങനെ കായ് ഇങ്ങനെ കാണുമെന്ന് ചെയ്യൂല അല്ലേ? നമ്മള് ചക്ക വേകുന്ന പോലെ നല്ലോണം വേവിക്കും. ആ ആ നല്ല ടേസ്റ്റ് ഉണ്ടാകും. മോളെ ഒരു കൊണ്ടാട്ടാക്കാന് എന്തുമ്മാ കൊണ്ടാട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് അമ്മേനെ വേറെയാണോ എന്ന മോളെ തലയിട്ടിലെ സുഖമുണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ കഞ്ഞിയും പിന്നെ കായും വെക്കുന്നുണ്ട്. കൊട്ടുവിട്ടിട്ട് കായ് ഇനി കഞ്ഞി കുടിക്കാൻ ഇങ്ങ് വരണേ. വർക്കില്ലേ? ചോറാക്കിയിട്ട് വേഗം പറഞ്ഞോ. കഞ്ഞിയും ആരോ ഇങ്ങനെ വീഡിയോയിൽ ഇടണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി പറയുന്നിട്ട് നല്ല അടിപൊളി കായ് വരിയതും കഞ്ഞിയും ഇന്നിടാം. പച്ചക്കഞ്ഞിയും പച്ചക്കായ് വരിയതും ഓക്കെ. വേറെ കാണുന്നില്ല. ഞാൻ വിളിക്കാം. സുഹൃത്താത്തന്നെ വിളിച്ചിന്. അവള് വരുമോന്ന് അറിയില്ല. ഓക്കെ. പണ്ടൊക്കെ ബിരിയാണി വെക്കുമ്പോൾ എല്ലാവരും വിളിക്കാൻ ഇന്നും കായും കഞ്ഞിയും വെക്കുമ്പോഴാണ് ഉമ്മ എല്ലാവരും വിളിക്കുന്നത്. ദുനിയാവ് പോയപ്പോൾ എന്തുമ്മ കുറേ ആളെ വിളിച്ചു ഞാൻ. ഇതുപോലും കൂടി എത്തുമെന്നറിയില്ല. ഇങ്ങനെ പണ്ട് വായിച്ചാത്ത അപ്പോയിരം വെച്ച പോലെ എൻ്റെ ഉമ്മ എൻ്റെ മോൻ്റെ വീട്ടിൽ നിന്ന് അപ്പം കൊണ്ടാണ് ടോയിരം വെച്ചിട്ട് ഓയിരം വെച്ചല്ലോ ആൾക്കാർക്ക് കൊടുത്തച്ചിട്ട് നമുക്ക് നോക്കും. എനിക്ക് വരക്കും കഞ്ഞി ഉണ്ടാവുക കായ് വരി ഉണ്ടാവുമെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ വെക്കില്ല. നമുക്ക് മറ്റുള്ളവർ തിന്നുന്നത് ഇഷ്ടമല്ല അസീല. എനിക്കും അതല്ലേ ഇഷ്ടം. നമ്മളെ ഇഷ്ടം അതല്ലേ. നമ്മൾ തിന്നിട്ടില്ല വെക്കില്ല, അവർ തിന്നട്ടെ അല്ലേ. നമുക്ക് പിന്നെ ഒരു രസം ഉണ്ടാക്കാം. ഞാനും വെച്ചില്ല. ഞാനും ദുനിയാവിലുണ്ടെങ്കിൽ എനിക്ക് എത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് നാളെ തന്നെ വെച്ചുതരും. കേക്ക് നാളെ ക്യാൻസൽ ആക്കും. എന്നിട്ട് കായ് തന്നെ വെക്കും. കായിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. എന്നിട്ട് കുറച്ച് ചൂട് വെള്ളം ഞാൻ കാണിച്ചു തരാം. എന്നാലും കായിൻ്റെ കറ ഉണ്ടാവില്ല. ഇത് വയ്യാ ഫുൾ എടുക്കുന്നില്ല അല്ലേ? കുറച്ച് വെക്കാം. കൂടുതലായി പോയാൽ മതി. നാളെ കിഴങ്ങ് വെക്കാലോ. മല്ലിപ്പൊടി 1 കിലോ കായ്. 1 കിലോ കായ്ക്ക് 1 കിലോനെ കൊട്ടാന്ന് വേണ്ടതല്ലേ? ഇത് 1.5 കിലോ ഉണ്ടാകുമ്പോൾ 1/2 കിലോ മാറ്റി വെച്ചുമ്മ. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. നമുക്ക് കുറച്ച് എരിവ് വേണ്ടേ? അതിന് 2 സ്പൂണ് എരിവുള്ള മുളകിൻ്റെ പൊടിയേ. ഓക്കെ. 1 ടീസ്പൂണോളം ഉണ്ട് അല്ലേ? ആവശ്യത്തിന് ഉപ്പ് വേണ്ട. നമുക്ക് കുറച്ചും കൂടി ഇടുന്ന ഇല്ല. ഇതെല്ലാം എൻ്റെ ടേസ്റ്റിന് എടുത്തതാണ്. ഇതില്ല ഓപ്ഷനല്ലേ? ഇട്ടിട്ടില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്കിതെല്ലാം വലിയ ടേസ്റ്റ്. 4 പച്ചമുളക് അല്ലേ? പച്ചമുളക് ഇതൊന്നും ഇടണമെന്നില്ല. ഇതെല്ലാം എൻ്റെ ഓപ്ഷനാണ്. എനിക്കിതെല്ലാം ഇടണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ കായ് കുറച്ച് ചൂടുവെള്ളത്തിൽ മഞ്ഞളിട്ടിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കൊട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലേ? ഒന്ന് കുലുക്കണ്ട ഉമ്മ? ഓക്കെ. ഇത്രയും വെള്ളം പോകും. നല്ലോണം ഒരു 2-3 ഫിഷിലടിക്കുന്നവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ കായ് കൊണ്ടിടാം. ഇതിൻ്റെ തന്നെ അല്ലേ? നമുക്ക് അത് 2 ഫിഷിലടിച്ചിട്ട് നമുക്ക് അതിൻ്റെ പച്ച മസാലകൾ അരച്ച് വെന്ത് കഴിഞ്ഞ് എന്തുമാ കൊട്ട് വെന്ത് കഴിഞ്ഞ് ഇത് കായിടാം. കഴുകി വൃത്തിയാക്കിയ പച്ചക്കറി. ഇതിൽ കുറച്ച് വെള്ളമായി കുക്കറിന് തെറിക്കുന്നതിന് ഈ സ്പൂൺ അതിലിട്ട് കൊടുത്താൽ മതി. സ്പൂൺ അതിലിട്ട് കൊടുത്താൽ ഇതിന് വെള്ളം തെറിക്കില്ല. ഇതിൻ്റെ മേതേരി ഇങ്ങനെ ഇതായിട്ട് വരുന്നില്ല. ഐഡിയ കഞ്ഞി വന്ന് നോക്കട്ടെ.
ഇറങ്ങി വരുന്നത് വലിയ ബുദ്ധിമുട്ടല്ലേ? ഓ പച്ചക്കഞ്ഞിയും എന്തുമ്മ പറഞ്ഞ? പച്ചക്കഞ്ഞിയും പച്ചക്കായും. ഓ ഉമ്മാന്റെ വള കുപ്പി വളയല്ലോ ഉമ്മ ഇപ്പൊ ഉള്ളത്. പച്ച വളയും പച്ച സാരിയും പച്ച ബ്ലൗസും. അതുമ്മ വള ഇടാണ്ടിരുന്നേ? വള കൈകൊത്തി കൊണ്ടുപോയിട്ട് എൻ്റെ മോന് പേടിയായിട്ട് വയസ്സിൽ വള ഇടാൻ സമ്മതിക്കത്തില്ല. വള കഴിച്ചിട്ട് അപ്പാട് ലോക്കറിൽ കൊണ്ടുവച്ച് പിന്നെന്താ ചെയ്യാൻ തോന്നി ഞാൻ. അപ്പം എപ്പോഴും എവിടെയെങ്കിലും ആവശ്യത്തിനോ ഒന്നും രണ്ട് എന്നിട്ടൊരു വള ഇടാൻ വെച്ചതാണ്. അതുകൊണ്ട് ഈ വള വെച്ചത്. ആ മോനിക്ക് പേടിയാ. ഒരു തേങ്ങ, കുറച്ച് വെള്ളുള്ളിയും കുഞ്ഞു ഉള്ളിയും അതിന് വേണ്ട. ഏകദേശം എത്രയുണ്ടാ കുഞ്ഞു? ഒരു 6 കുഞ്ഞുള്ളിയോ ഒരു ഉട വെള്ളുള്ളിയോ. ജീരകം, വലിയ ജീരകം. ഇതിന് സ്പൂണൊന്നുമില്ല. 1 കിലോ പച്ചക്കായൻ്റെ തേങ്ങൻ്റെ കണക്ക് ഒരു വലിയ തേങ്ങ, പിന്നെ 5-8 ചെറിയ ഉള്ളി, 1 കുടം വെളുത്തുള്ളി, പിന്നെ ചെറിയ ജീരകം 1 ടേബിൾ സ്പൂണ്. നന്നായിട്ട് അരക്കുക. ഇത് നിങ്ങളത് മൂടി നോക്കട്ടെ. മൂടിന്റെ മുകളിലേക്ക് വെള്ളം കയറൂല. സ്പൂൺ ഇട്ടാൽ കേട്ടോ. ഓ മൈ ഗോഡ്. ഉമ്മാക്ക് ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനെ പരിപാടികളൊക്കെ അറിയുന്നത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. അപ്പം നന്നായിട്ട് ബീഫിൻ്റെ കൊട്ടും പച്ചക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ എന്താക്കണം, മന്ത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടക്കണം. ഈ പച്ചക്കായൊക്കെ ഉടഞ്ഞ് വരണം. അപ്പം ഈ ഉടഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഈ കൊട്ടിൻ്റെ ഉള്ളിലുള്ള ആ ഗ്രേവിയൊക്കെ ഇതിനകത്ത് മിക്സായിട്ട് ഒരു വേറൊരു ലെവലായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ഉമ്മ തന്നെയാണ് പാവം നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ്. എന്നിട്ട് വേണം ഇതിനകത്ത് അരപ്പ് ചേർക്കാൻ. അപ്പം നന്നായിട്ട് ഇതിനെ ഉടക്കുന്നുണ്ട്. അടിക്കലാന്നല്ലേ ഇതിൻ്റെ. എത്ര തേങ്ങ ഇട്ടിട്ടുണ്ടാവും? ഒരു തേങ്ങ ഫുള്ള്. അതിന് ഒരു മണിയും കിണിയില്ല. അങ്ങനത്തെ ഒരു എങ്ങനെയെങ്കിലും ആക്കിയിട്ട് ഇതാക്കട്ടുന്ന പരിപാടി ഞാൻ എടുത്തില്ല. തേങ്ങക്കൊക്കെ എന്താ വില. എന്നാലും ഉമ്മ തേങ്ങ ഒന്നും ഒരു വശയും കുറച്ചിട്ടില്ല. 1 കിലോ പച്ചക്കായ്ക്ക് 1 തേങ്ങ ഫുള്ള് തന്നെ അരച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മിക്സിയൊക്കെ കഴുകിയ വെള്ളം കൂടെ അതിൻ്റെ അകത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ്. നന്നായിട്ട് ഉടച്ചിട്ട് ഇനി നമ്മൾ എല്ലാം മിക്സ് ആയതിന് ശേഷം ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് തേങ്ങ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ കായ് വരികത് റെഡി ആയിട്ടുണ്ടാവും. കഞ്ഞി റെഡിയായി. ഒരു തേങ്ങൻ്റെ പാല്, തേങ്ങ ചേൻ്റെ നല്ലോണം വെള്ളവും പറഞ്ഞിട്ട് പിഴിഞ്ഞിട്ട് ചെറിയൊരു പിഴിഞ്ഞിട്ട് ഓക്കെ. ഞങ്ങളെ കായ് വരി ഇവിടെ റെഡിയായി. ഇത് ഞങ്ങളെ സൈദാർ പള്ളിയിലെ ഉസ്നമോക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഓൾ കുറേ മാസങ്ങളായി ഇങ്ങനെ കായ് കൊട്ടിട്ടിട്ട് കായ് വരിയ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അൽഹംദുലില്ലാ ഇതെല്ലാം ഉണ്ടാക്കി ശരിയാക്കി മോളെ. ഇനി മോളിത് നോക്ക്. ഉസ്നമോക്ക് ഉണ്ടാക്കിയതാണെങ്കിലും കൂടി ഇത് തിന്ന ആൾക്കാർ നിങ്ങളൊന്ന് നോക്ക്, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും കേട്ടോ. അപ്പം നമ്മുടെ കൊണ്ടാട്ടം പിന്നെ നമ്മുടെ കഞ്ഞി കായ് വരികതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ ഹുസ്നാനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ. എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരു പിന്നെ സബ്സ്ക്രൈബറാണ് ഈ ഹുസ്ന. അപ്പോൾ ഈ ഹുസ്ന ഒരുപാട് മാസങ്ങളോളായി എന്നോട് ഈ കായ് വരിയതിന് പറയുന്നു. അങ്ങനെ ഇന്നാണ് സമയം കിട്ടിയത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി ഉമ്മ. എങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറയണ്ട്. ഒന്നും അഭിപ്രായം ഇല്ല എനിക്ക്. എന്ത് അഭിപ്രായം ഇല്ല മീറ? ഇതെങ്ങനെയുണ്ട്? അതെങ്ങനെയുണ്ട് കൊണ്ടാട്ടം? അത് നല്ലോണം ചാരിക്കണേ. ചാരിക്ക് നല്ലോണം ചാരിച്ചിട്ട് അതാ ഉപ്പിടാൻ. ഇനി വായില് കപ്പലോടിക്കുന്ന വെള്ളമുണ്ട്. പക്ഷെ എനിക്കിത് വീഡിയോ എടുക്കണല്ലോ. പിന്നെ എന്താക്കും? എപ്പോഴും നമുക്ക് നല്ലോണം തിന്നാനും നല്ലോണം ആക്കാനുള്ള വിധി തരട്ടെ. ആരോഗ്യം, ആയുസ്സിനും ആഫിയത്തിനും റഹ്മത്തിനും ബർക്കത്തിനും അള്ളാഹ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എങ്ങനെയുണ്ട് ഉമ്മ? അടിപൊളി വസീല. ഒന്നെല്ലാം നോക്കിയിട്ടെങ്കിലും പറയാ. നോക്കുന്നില്ല. ഏതായാലും നമ്മളെ ഹുസ്ന പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഒരു അടിപൊളി കായ് വരികൻ്റെ റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരും കേട്ടോ. പക്ഷെ നമ്മുടെ ഈ കായ് വരിയത് തിന്ന ആൾക്കാർ നിങ്ങൾക്ക് കണ്ട് നമ്മൾ പറയില്ലേ ഒരു ഭക്ഷണത്തിന് ഏകിയ ആൾക്കാരുണ്ടാവുന്നു. അപ്പം അതാരൊക്കെയാണെന്നൊന്ന് നോക്കേ. ഇവരെ ഒരു യുദ്ധത്തിൽ നിങ്ങൾ കണ്ട
തിന്നതിൻ്റെ ബാക്കിയാണ് മോളെ ഇത്. ഉമ്മാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകളാണ്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്തൊക്കെയോ തിരക്കായിപ്പോയി. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനൊന്ന് കിച്ചണൊക്കെ ക്ലീൻ ആക്കാൻ അപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ വോട്ടിൻ്റെ എന്യൂമറേഷൻ ഫോം ഫില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലീഗിൻ്റെ കുട്ടികൾ വന്നത്. അപ്പോൾ അവർ മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളാരും അത് ഫില്ല് ചെയ്യേണ്ട, എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതെൻ്റെ കാർണോറായിട്ട് വരും കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ. പിന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികളും കൂടെ വന്നു. അപ്പോൾ ഫോമിൽ ഇങ്ങനെ ഫില്ലാക്കുമ്പോൾ ഞാനും ഉമ്മയും ഇങ്ങനെ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിക്കാക്കനോട്, കുട്ടികളെല്ലാം മുമ്പ് തന്നെ നമ്മുടെ ഇത് നല്ല കായ് വരിയതും കഞ്ഞിയാണ് ഉണ്ടാക്കിയതെന്ന്. പിന്നെ അവർ പറഞ്ഞു എടുക്ക്, അതെന്തായാലും കഴിച്ചിട്ടേ നമ്മളിപ്പോൾ, അവരൊക്കെ ചോറൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ നമ്മളതൊക്കെ കൂടിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു. അപ്പോൾ ഈ കായ് വരിയതും കഞ്ഞിയും അങ്ങനെ എല്ലായിടത്തുനിന്നും കിട്ടുന്ന സാധനമല്ലല്ലോ. ഞാൻ പറഞ്ഞു അയ്യോ എനിക്കെന്തോ പോലെയുണ്ട് നിങ്ങൾക്കിത് തരുമ്പോൾ. അപ്പോൾ അവർ പറഞ്ഞ ഫസിൽത്ത കട്ട്ലേറ്റും സമൂസയും അതും ഇതും എല്ലാ ചായ പലഹാരങ്ങളൊക്കെ എല്ലായിടത്തുനിന്നും കിട്ടും, ഇത് എല്ലായിടത്തുനിന്നും ഒന്നും കിട്ടൂല, അപ്പോൾ ഇത് തന്നെ നമുക്ക് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും അവരെന്നെ കിച്ചണിൽ വന്ന് നമ്മളെല്ലാം എടുത്തു കൊടുത്ത് അവരെന്നെ സെർവ് ചെയ്തിട്ട് കഴിച്ചു. അവരഭിപ്രായം ഭയങ്കര അഭിപ്രായം, ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സൂപ്പറാ? നിങ്ങളെ അഭിപ്രായം എന്താ? അടിപൊളി. പറ കൊണ്ടാട്ടം കൂടി ഒരു ശിവയില എങ്ങനെയുണ്ട്? ആ കൊണ്ടാട്ടം കൂട്ടിയിട്ടുള്ള ഒരു പിടുത്തല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. ഇവര് എങ്ങനെയുണ്ട് മോനെ? സൂപ്പർ സൂപ്പർ. ഇതാ മറ്റേ ആള് അടിപൊളി വെറൈറ്റി. സൂപ്പർ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ. ഇവരിങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല, അവർ കഴിക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി. പക്ഷെ അവർക്ക് നമ്മൾ കൊടുത്തത് കായ് വരിയതും കട്ടൻ ചായയുമാണ്. പിന്നെ ഇതൊന്ന് കണ്ടോ നിങ്ങൾ? നല്ല പൊട്ടിട്ട് വെച്ച കായും സ്പെഷ്യൽ കൊണ്ടാട്ടം. ഇത് വല്ലാത്ത സംഭവമായി പോയി. ഇവര് ഫോണെല്ലാം വിളിച്ചിട്ട് നീർവേലിക്കാരൻ മൊത്തം ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. ഇതാ ഫോണ് വിളിച്ചിട്ട് വന്ന ആളാണിത്. അടിപൊളിയാ. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടിയിട്ട് ഒന്ന് പറഞ്ഞ ഈ കൊട്ടും ആയും എങ്ങനെയുണ്ട്? അപ്പം നമ്മുടെ നാട്ടിലെ കുട്ടികൾ കായും കൊട്ടും കഴിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടാട്ട ഇഞ്ചിക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. ഇൻഷാ അല്ലാഹ് നല്ല റെസിപ്പി ആയിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതാണ്. അതുവരെക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.